നമസ്കാരം. എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. വിഷു കണി എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കേണ്ടത്? പലർക്കും സംശയമുള്ള കാര്യമാണ്. എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കേണ്ടത്? ഒരു ഓട്ടുരുളി വാങ്ങാൻ പറ്റാത്തവർ വളരെ വലിയൊരു താലത്തിലാണെങ്കിലും, എല്ലാവർക്കും ചിലപ്പോൾ ഓട്ടുരുളിയൊന്നും വാങ്ങാൻ സാധിച്ചെന്ന് വരില്ല. എങ്കിലും ഉള്ളവർ ഓട്ടുരുളി തേച്ച് മിനുക്കി ഭംഗിയാക്കി എടുക്കാം. അതിനുശേഷം ഒരു നല്ല ഓട്ടുരുളിയിൽ ഭഗവാൻ കൃഷ്ണൻ്റെ പ്രതിമയോ രൂപമോ എന്തെങ്കിലും നമ്മൾ വയ്ക്കാം. കൃഷ്ണനെ കണിക്കൊന്ന പൂക്കൾ കൊണ്ട് നല്ലതുപോലെ അലങ്കരിച്ച് തുടച്ച് വൃത്തിയാക്കി ഭംഗിയാക്കി പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക. കണിക്കൊന്ന പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഈ ഓട്ടുരുളിയിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറി വർഗ്ഗങ്ങളും എല്ലാം കൊണ്ട് ആദ്യം തന്നെ സ്വർണ്ണ കളറിലുള്ള ഒരു വെള്ളരിക്ക, നല്ല സ്വർണ്ണ നിറത്തിലുള്ള വെള്ളരിക്ക വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് പച്ചക്കറികൾ കൊണ്ട് അലങ്കരിക്കാം. വീട്ടിലെ മുതിർന്ന കാരണവന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അലങ്കരിക്കാനൊക്കെ അറിയാൻ പറ്റും. എല്ലാ തരത്തിലുള്ള പച്ചക്കറി വർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും കുറേശ്ശെയായിട്ട് അതിൽ അലങ്കരിക്കാം. ഒരു നാഴി എടുത്തിട്ട് ഉണക്കലരിയോ മറ്റോ നിറയായിട്ട് അതിന് സൈഡിൽ വയ്ക്കാം. അതിനുശേഷം തേങ്ങയും അതിനകത്ത് വയ്ക്കാം. പിന്നെ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ചക്ക, മാങ്ങ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും, മാങ്ങയൊക്കെ നല്ല സ്വർണ്ണ നിറത്തിലുള്ള പഴുത്ത മാങ്ങ വാങ്ങിയിട്ട് മാമ്പഴമൊക്കെ വാങ്ങി അതിനകത്ത് വയ്ക്കാം. പിന്നെ ഒരു നല്ല ഗ്രന്ഥം, ഭഗവത്ഗീത അതിനകത്ത് വെച്ചതിന് ശേഷം ആ ഗ്രന്ഥത്തിൻ്റെ മുകളിലായിട്ട് പുതിയ ഒരു പുടവ വെച്ച് അലങ്കരിക്കുക. പുടവ വെച്ചതിന് ശേഷം അതിന് മേലെ കുറേ പിടിപ്പണമോ സ്വർണ്ണ നാണയമോ അല്ലെങ്കിൽ നമ്മുടെ നോട്ടുകളോ രൂപയോ നോട്ടുകളോ, ഇനി എല്ലാവരും പറയും നോട്ട് ചിലപ്പോൾ ഇല്ലെങ്കിൽ ഉള്ള നോട്ട് ഏതാണോ അല്ലെങ്കിൽ ചില്ലറയോ, സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ ഒരു സ്വർണ്ണമോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് അലങ്കരിക്കാം. വാൽ കണ്ണാടി വാങ്ങാൻ കിട്ടും. നല്ലൊരു വാൽ കണ്ണാടി എടുത്ത് ഇതിൽ നമ്മുടെ മുഖം അതിൽ ദർശിക്കുന്നതിന് വേണ്ടി രാവിലെ നമ്മൾ കണി കാണാൻ വന്നു കഴിയുമ്പോൾ തന്നെ അത് കാണുന്നതിനായിട്ടൊരു വാൽ കണ്ണാടി എടുത്ത് അതിൽ വയ്ക്കുക. ആ വാൽ കണ്ണാടി നല്ല ഭംഗിയായിട്ട് അതിൽ ആറന്മുള കണ്ണാടി പോലെയൊക്കെ കിട്ടുന്നതുണ്ട്. ആ വാൽ കണ്ണാടി അതിൽ കണിയോടൊപ്പം തന്നെ വയ്ക്കാം. അതിനുശേഷം ഒരു കിണ്ടി എടുത്തിട്ട് കിണ്ടിയിൽ നിറയെ ജലം എടുത്ത് ആ കണി വെച്ചിരിക്കുന്ന ഓട്ടുകിരളിയുടെ അടുത്ത് കിണ്ടി വയ്ക്കുക. കിണ്ടിയിൽ നിറയെ ജലമായിട്ട് കിഴക്കോട്ട് ദർശനമായിട്ട് കിണ്ടിയുടെ വാല് കിഴക്കോട്ടാക്കിയിട്ട് അത് അലങ്കരിച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മൾ അതിന് തൊട്ട് താഴെയായിട്ട് ഏതെങ്കിലും മാറ്റോ പായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷീറ്റോ വിരിച്ച് അങ്ങനെ ഭംഗിയാക്കി വയ്ക്കുക. നാളികേരം ഉടച്ച് അതിൽ കിഴി കെട്ടി നാളികേരത്തിൻ്റെ 2 മുറിയിൽ കിഴി കെട്ടി അവിടെ വയ്ക്കാം. 2 വശത്തും 5 തിരിയിട്ട നിലവിളക്കാണ് ഏറ്റവും ഉത്തമം. 5 തിരിയിട്ട നിലവിളക്ക് വയ്ക്കുക. നിലവിളക്കിൽ തിരിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കണി ഒരുങ്ങി. പിന്നീട് പിറ്റേ ദിവസം അതിരാവിലെ 3:30 മണി മുഹൂർത്തത്തിൽ, ബ്രാഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി 5 തിരിയിട്ട വിളക്ക്, വീട്ടിലെ മുതിർന്ന കാരണവരാണ് ആദ്യം എഴുന്നേറ്റ് കണി ഒരുക്കി വെച്ചിരിക്കുന്ന കണിയുടെ അടുത്ത് 2 നിലവിളക്കും 5 തിരിയിട്ട 2 നിലവിളക്കും കൊളുത്തുക. ശേഷം ഈ നാളികേരത്തിനകത്തുള്ള തിരി അത് കത്തിക്കുക. അങ്ങനെ കത്തിച്ച് വളരെ ദീപാലങ്കൃതമായ ഐശ്വര്യപ്രദമായ കണി ഒരുക്കി കഴിഞ്ഞതിന് ശേഷം കുടുംബത്തിലെ ഓരോ അംഗങ്ങളും വന്ന് കണി കാണുക. ഇങ്ങനെയാണ് ഓരോ അംഗങ്ങളെയും മുതിർന്ന കാരണവർ എഴുന്നേറ്റ് കൊണ്ടുവന്ന് കണ്ണടച്ച് വന്ന് കണി കാണുന്നു. ശേഷം കണി കാണുമ്പോൾ നമ്മളുടെ പ്രതിബിംബത്തോടൊപ്പം തന്നെ, ഇത് കാണുന്നതിനോടൊപ്പം തന്നെ വാൽക്കണ്ണാടിയിലൂടെ നമ്മുടെ പ്രതിബിംബമാണ് നമ്മൾ കാണുന്നത്. അതോടുകൂടി നമ്മൾ ഈ ഒരുക്കി വച്ചിരിക്കുന്ന നാണയത്തുട്ടുകൾ നമുക്ക് കൈനീട്ടമായിട്ട് തരുന്നു. ഇതാണ് വിഷുക്കണി എന്ന് പറയുന്നത്. എല്ലാ വീട്ടിലും വിഷുക്കണി ഒരുക്കുകയും വിഷുക്കണി കാണുകയും ചെയ്യുന്നത് അടുത്ത ഒരു വർഷത്തേക്കുള്ള ഐശ്വര്യസമൃദ്ധമായ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി തന്നെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സന്താനങ്ങൾക്കും ഒക്കെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ശരി, നിങ്ങൾ ഈ വരുന്ന വിഷുവിനെ കണിയൊരുക്കി നല്ല ഭംഗിയായിട്ട് സന്തോഷത്തോടുകൂടി ഒരു കണിയൊരുക്കി വിഷുവിനെ ആഘോഷിക്കുക.